ഒരു കുട്ടി ഒരു അച്ഛനൊരു കത്തെഴുതിയ കഥ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും. ഒരു പെൺകുട്ടി അതിൻ്റെ റൂമിൽ അച്ഛന് എന്നും പറഞ്ഞിട്ടൊരു കത്തെഴുതി, അച്ഛാ ഞാൻ പോവുകയാണ്, ഞാൻ ഇന്ന ആളിൻ്റെ കൂടെ പോവുകയാണ്. അത് അച്ഛനോട് പറയാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അവനൊരു ജോലിയില്ല, കൂലിയില്ല, അവനൊരു ഡ്രഗ് അഡിക്റ്റാണ്, അതുകൊണ്ട് തന്നെ അച്ഛനെ ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളോട് കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇറങ്ങി പോവുകയാണ് എന്നതാണ് എത്രയാണ് കത്ത്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് കേൾക്കുമ്പോൾ അച്ഛൻ എന്താണ് ആദ്യം തോന്നുന്ന വികാരം? യാതൊരു അച്ഛനായാലും തോന്നുന്ന വികാരങ്ങളൊക്കെ അദ്ദേഹത്തിനും തോന്നും. അപ്പം എന്നിട്ട് കത്ത് മറിച്ച് നോക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇത്ര നേരം എഴുതിയത് വളരെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് റിലേഷനൊന്നുമില്ല, പക്ഷെ ഞാൻ കണക്കിന് തോറ്റു. എന്ന് വെച്ചാൽ നമ്മൾ കണക്കിന് തോറ്റു എന്നും പറഞ്ഞ് അച്ഛനോട് ആദ്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ ബിഹേവ് ചെയ്യും? അതേ ബിഹേവിയർ ഇത് തന്നെയാണ്. അതാ മോള് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനിലും അതിനനുസരിച്ചുള്ള രീതിയിൽ കുട്ടികളെ ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു സ്പേസ് ഉണ്ടാവും. കണക്കിന് തോറ്റു വന്ന് അച്ഛനോട് വന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടി അങ്ങനെ ഒരു സംഗതി വന്നത്.